കഴിഞ്ഞ ദിവസം അതായത് ഫെബ്രുവരി 17 നടന്ന മ്യൂണിക് സെക്യൂരിറ്റി കോൺഫറൻസിന്റെ ഒരു യോഗത്തിൽ ഇറാൻ പ്രതിപക്ഷ നേതാവായ റസ പഹ്ലവി നടത്തിയ ചില പ്രസ്താവനകളാണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത്. അതായത് അദ്ദേഹം പറഞ്ഞത് ഇറാനിലെ US സൈനിക നടപടി ഇറാനിന് വളരെ ഗുണമാണെന്നും ജനങ്ങൾക്ക് വളരെയധികം ആശ്വാസം നൽകുമെന്നും നിലവിൽ തെഹ്റാനിലെ മതഭരണകൂടവുമായി അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്ന ആണവ കരാറിന്റെ ചർച്ചകൾ കൂടുതൽ നീട്ടിക്കൊണ്ടു പോകേണ്ടതില്ലെന്നും ഉടൻ തന്നെ ഇറാനിൽ സൈനിക ഇടപെടൽ അമേരിക്ക നടത്തണമെന്നാണ് അദ്ദേഹം ആ കോൺഫറൻസിൽ വെച്ച് പറഞ്ഞത്. ഇത് അദ്ദേഹം പറയാൻ ചില കാരണങ്ങളുണ്ട്. കാരണം ഇറാനിലെ ഭരണകൂടത്തെ അട്ടിമറിച്ചാൽ അടുത്തത് അവിടെ ഭരിക്കാനായി വരുന്നത് ഇദ്ദേഹത്തെയാണ് അമേരിക്ക നിലവിൽ കണ്ടുവച്ചിരിക്കുന്നത്. അങ്ങനെ ഇറാനിലെ ഭരണാധികാരിയാവാൻ മുട്ടി നടക്കുന്ന ഒരാളാണ് ഈ പഹ്ലവി. 1979 ഇറാനിലുണ്ടായ ഇസ്ലാമിക് വിപ്ലവത്തിന് മുമ്പ് രാജ്യം വിട്ട മുഹമ്മദ് ഷാ പഹ്ലവി എന്ന അന്നത്തെ രാജാവിന്റെ മകനാണ് ഈ പ്രസ്താവന നടത്തിയ റസ പഹ്ലവി. അതായത് ചർച്ചന്റെ ഒന്നും ആവശ്യമില്ല, അമേരിക്ക ഉടൻ തന്നെ അവിടെ ഇടപെടണം, എന്നിട്ട് വേണം എനിക്കൊന്ന് രാജാവാൻ എന്നും പറഞ്ഞ് കാത്തിരിക്കുന്ന ഒരാളാണ് ഇദ്ദേഹം. മാത്രമല്ല അദ്ദേഹം ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു. ഇറാനിലെ ഭരണകൂടം ഒരു തകർച്ചയുടെ വക്കിലാണെന്നും അതിന്റെ എല്ലാ സൂചനകളും ഇതിനോടകം തന്നെ കണ്ടു കഴിഞ്ഞുവെന്നും അമേരിക്കയുടെ ഒരു സൈനിക ആക്രമണം ആ ഭരണകൂടത്തെ കൂടുതൽ ദുർബലപ്പെടുത്തുകയോ അതിന്റെ തകർച്ച വേഗത്തിലാക്കുകയോ ചെയ്യുമെന്നും അദ്ദേഹം അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. തുടർന്ന് അദ്ദേഹം പറയുന്നു, ഇതൊരു സമയത്തിന്റെ പ്രശ്നമാണെന്നും ഒരു ആക്രമണം തുടങ്ങി കിട്ടിയാൽ മതി, എന്നാൽ പിന്നെ ഇറാന്റെ ഭരണകൂട തകർച്ച എന്ന പ്രക്രിയ വേഗത്തിൽ നടക്കുമെന്നും അത്തരം ഒരു ആക്രമണം ഉണ്ടായാൽ നിലവിൽ അവിടെ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്ന അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കുറച്ച് സ്പൈ ടീമുമായി ബന്ധപ്പെട്ട കുറച്ച് ആളുകളുണ്ടല്ലോ, അവർ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിക്കൊള്ളുമെന്നും ഇറാനിലെ നിലവിലെ റെജീം തകരുമെന്നാണ് ഇദ്ദേഹം നിലവിൽ സ്വപ്നം കാണുന്നതും ആ സ്വപ്നം അദ്ദേഹം റോയിറ്റേഴ്സിനോട് പങ്കുവെക്കുന്നതും. അതായത് ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ നിരവധി ആളുകൾ ഇറാനിനുള്ളിൽ മരിക്കാനുള്ള സാധ്യതയുണ്ട്. എത്ര പേര് ഇറാനിൽ കൊല്ലപ്പെട്ടാലും കുഴപ്പമില്ല, എനിക്ക് രാജാവായാൽ മതി എന്നൊരു സ്റ്റാൻഡിലാണ് അദ്ദേഹം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഈ ഇന്റർവ്യൂ കണ്ടപ്പോൾ മനസ്സിലായത്.